ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ കരങ്ങൾ ഉയർത്താൻ ഒരുമിച്ച് ഘോഷിക്കാം. നവതിയുടെ നിറവിലായിരിക്കുന്ന IPC ഇമ്മാനുവേൽ നെല്ലിക്കുന്ന് സഭയോടുള്ള എല്ലാ സ്നേഹവും ആശംസകളും എൻ്റെ വ്യക്തിപരമായ പേരിലും കുടുംബത്തിൻ്റെ പേരിലും കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ പേരിലും അപ്പോൾ തന്നെ IPC ഏലിം കുമ്മനാടിൻ്റെ പേരിലും ആദ്യമേ തന്നെ അറിയിക്കുന്നു. ഞാൻ സമയം ഒട്ടും എനിക്ക് വേണ്ടി എടുക്കാതെ മുഴുവൻ സമയവും നിങ്ങൾക്ക് വേണ്ടി തരുവാൻ ആഗ്രഹിക്കുകയാണ്. വിലപ്പെട്ട സമയം നിങ്ങളോട് ഹല്ലേലൂയ കർത്താവ് അറിയിക്കുവാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വളരെ ലളിതമായ ഒരു ദൂത് അറിയിച്ച് ദൈവസന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ രണ്ട് ഭാവങ്ങൾ നമ്മെ ഈ കഴിഞ്ഞ 90 വർഷങ്ങൾ നമ്മുടെ കരം പിടിച്ച് തൻ്റെ മാറോട് ചേർത്ത് അണച്ച് നമ്മളിന്ന് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ സങ്കീർത്തനത്തിൽ പറയും പോലെ ശത്രുവിൻ്റെ പല്ലിന് ആഹാരമായി നമ്മെ വിട്ടുകൊടുക്കാതെ ഈ ദേശത്ത് പരിപാലിച്ച നമ്മുടെ കർത്താവിനെ കുറച്ചുകൂടെ അടുത്തറിയുവാനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ട് ഭാവങ്ങൾ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഭാവം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉത്തമ ഗീതങ്ങൾ എന്ന മനോഹരമായ ആ പുസ്തകം നമുക്കൊന്ന് തുറക്കാം. അതിൻ്റെ 5-ാമത്തെ അധ്യായം തുറന്നിട്ട് 9-10 വാക്യങ്ങൾ ഒന്ന് വായിക്കുമോ? കരങ്ങൾ ഉയർത്തി പറയുമോ? എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. രാജാതി രാജാവു നീ, രാജാതി രാജാവു നീ, രാജാതി രാജാവു നീ, എന്നും കർത്താധി കർത്താവും നീ, ഉന്നത ദേവാ നീ എന്നെയും സ്നേഹിച്ച് അത്ഭുതമത്ഭുതമേ, ഉന്നത ദേവാ നീ എന്നെയും സ്നേഹിച്ച് അത്ഭുതമത്ഭുതമേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ, ഇന്നലെയും എന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ, സുന്ദര രക്ഷകനേ. ഹല്ലേലൂയ. ഉത്തമഗീതം എന്ന മനോഹരമായ പുസ്തകം പലർക്കും വായിച്ച് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കുറച്ച് പ്രയാസമുള്ളൊരു പുസ്തകമാണ്. എന്നാൽ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ നാം ഒന്ന് അറിയുമെങ്കിൽ ഇന്നു മുതൽ നാം ആ പുസ്തകത്തെ വളരെ സ്നേഹിക്കുവാനും അത് വായിക്കുവാനും മനഃപ്പാഠമാക്കുവാനും ശ്രമിക്കും. ഉത്തമഗീതം എന്ന പുസ്തകത്തിൽ അതിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ 2 പേരാണ്. ഒരു ഇടയ ബാലനുണ്ട്, ഒരു ഇടയ ബാലികയുണ്ട്. ഇടയ ചെറുക്കനെന്നും ഇടയ കന്യകയെന്നും നമ്മൾ സ്നേഹത്തോടെ അവരെ വിളിക്കുന്നു. അത് മറ്റാരുമല്ല, ഇടയ ബാലിക എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മണവാട്ടി സഭയാണ്. ഇടയ ചെറുക്കൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നാം ഇപ്പോൾ പാടി മഹത്വപ്പെടുത്തിയ നമ്മുടെ നാഥനായ നമ്മുടെ കാന്തനായ 10,000-ങ്ങളിൽ അതിസുന്ദരനായ വെണ്മയും ചുവപ്പുമുള്ളവനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ 2 അടിസ്ഥാന ഘടകങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ ഈ ഘടകങ്ങൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഉത്തമഗീതം എന്ന പുസ്തകം വായിക്കുമെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പൊരുൾ ഗ്രഹിക്കുവാൻ സാധിക്കും. പിന്നെയുള്ള കഥാപാത്രങ്ങളുണ്ടെന്ന് ശലോമോൻ രാജാവുണ്ട്,
ഹല്ലേലൂയ, ആ ശലോമോൻ രാജാവിനോട് ചേർന്ന് തന്നെ യെരൂശലേമിലെ യെരൂശലേം പുത്രിമാരുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ യെരൂശലേമിലെ കാവൽക്കാരുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ ഇടയ ബാലികയുടെ ആങ്ങളമാരുണ്ട്. ഇതൊക്കെ നാം ഇപ്പോൾ ആയിരിക്കുന്ന പുതിയ നിയമ ഹല്ലേലൂയ സഭയുടെ കണ്ണിലൂടെ നോക്കി ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഇടയ ബാലനും ഇടയ കന്യകയും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നാം ഈ ലോകത്തിൽ നമുക്ക് ചുറ്റും കാണുന്ന സുഖ സൗകര്യങ്ങളാണ്. അവയെ ഹല്ലേലൂയ കവിഭാവനയിൽ വിളിക്കുന്നത് വെള്ളത്തിലെ കുമിളകൾ. നമുക്ക് എല്ലാം വളരെ മനോഹരമായി പാടി ആരാധിക്കുവാൻ അറിയുന്ന ഒരു ഗാനത്തിനൊരു ഭാഗമാണ് വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ലോക സുഖങ്ങൾ. ഹല്ലേലൂയ, എന്നെ മാടി വിളിച്ചാൽ ഞാൻ അതിന് പിന്നാലെ പോവുകയില്ല. നമ്മുടെ പ്രത്യാശ അതാണ്. കാരണം ഹല്ലേലൂയ ഇവിടെ യെരൂശലേം നഗരത്തിലെ പുത്രിമാർ ഈ ഇടയ കന്യകയോട് ചോദിക്കുകയാണ്, നിന്റെ ധാരാളം പ്രിയന്മാരെ ഈ ദേശത്ത് ചുറ്റും നിനക്ക് കാണുവാൻ സാധിക്കും. നല്ല ഒത്ത തടിയും ഒത്ത വണ്ണവും ഒത്ത നിറവും ഒത്ത ഉയരവുമുള്ള അനേക പ്രിയന്മാരെ നിനക്ക് കാണുവാൻ സാധിക്കും. എങ്കിൽ എന്തുകൊണ്ടാണ് നിന്റെ പ്രിയനോട് നിനക്ക് ഇത്ര പ്രിയം? അതിന് ഉത്തരമായിട്ട് ഇടയബാലി പറയുകയാണ്, എൻ്റെ പ്രിയൻ നിങ്ങളുടെ പ്രിയന്മാരെ പോലെ അല്ല. നിങ്ങളുടെ പ്രിയന്മാരെ നിങ്ങൾ നോക്കുന്ന കണ്ണുകൊണ്ടല്ല ഞാൻ എൻ്റെ പ്രിയനെ നോക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയനെ നോക്കുമ്പോൾ അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, അവൻ 10,000 പ്രിയന്മാരിൽ അതിശ്രേഷ്ഠൻ. നമുക്കും ഈ നവതിയുടെ ആഘോഷം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ ഈ നെല്ലിക്കുന്ന് പട്ടണത്തിലെ ഈ സാംസ്കാരിക നഗരിയിലെ ഹല്ലേലൂയ പ്രിയമുള്ളവർ നിങ്ങളോട് ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ സകലത ഉപേക്ഷിച്ച്? ഞാൻ നോക്കുകയായിരുന്നു ഇന്നലെ ഈ നഗരത്തിലൊന്ന് യാത്ര ചെയ്തപ്പോൾ ഹല്ലേലൂയ അമ്പര ചുംബികളായ പള്ളികൾ, എത്ര മനോഹരമായ ഹല്ലേലൂയ ദേശത്തെ അലങ്കരിക്കുന്ന ആ പള്ളികളുടെ മോടിയൊക്കെ വിട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പെന്തക്കോസ്തിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം പറയുവാനുണ്ട്, ഞങ്ങൾക്ക് അതിലല്ല സന്തോഷം. ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ, ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ഒഴുക്കി തന്ന ഞങ്ങളുടെ പ്രാണപ്രിയനിൽ ഞങ്ങൾ ആ സൗന്ദര്യത്തിൻ്റെ പരിപൂർണത കണ്ടെത്തി. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രിയൻ നിങ്ങൾ കാണുന്ന പ്രിയന്മാരെക്കാൾ അതിശ്രേഷ്ഠം. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നമ്മുടെ കർത്താവിന് ഹല്ലേലൂയ ഈ സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് വളരെ മനോഹരമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ 2 ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചത്. അതിലൊന്ന് കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം എന്തുകൊണ്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഈ ഇടം നേടി. യെശയ്യാ പ്രവാചകൻ വളരെ മനോഹരമായി, ഇന്നലെ അനീഷ് കാവാലം പാസ്റ്റർ വളരെ മനോഹരമായി യെശയ്യാ പ്രവചനത്തിൽ നിന്ന് ഈ ദേശത്തോട് ദൂതറിയിച്ചുവല്ലോ. അതിൻ്റെ 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അവിടെ നാം കാണുന്നത് നമ്മുടെ കർത്താവിൻ്റെ മറ്റൊരു ഭാവത്തെയാണ്. നമ്മുടെ അതിക്രമ നിമിത്തം, നമ്മുടെ പാപം നിമിത്തം അടിയേറ്റും മുറിവേറ്റും തുപ്പേറ്റും തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു മുഖത്തെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അവൻ്റെ രൂപം കണ്ടാൽ നോക്കുവാൻ പോലും അറയ്ക്കുന്ന വിധത്തില് അവനെ പിതാവ് കൈവിട്ടു. ആർക്കു വേണ്ടി? എനിക്കും നിങ്ങൾക്കും ഈ തൃശ്ശൂർ പട്ടണത്തിനു വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ലോകക്കാർ നോക്കുമ്പോൾ അവർക്ക് നോക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ, അവർ കാണുവാൻ ഇഷ്ടപ്പെടാത്ത വിധത്തിൽ ഉച്ച മുതൽ ഉളങ്കാല് വരെ ചോരയൊഴുകി ചുവന്നിരിക്കുന്നവൻ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവികമായ പ്രഭ വാരി ചൊരിഞ്ഞ് വെണ്മയോടെ ആയിരിക്കുന്നവൻ. ഈ കർത്താവിനെ ഇന്നു മുതൽ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ മനോഹരനായ, ഈ സൗന്ദര്യമുള്ള, ഈ മഹത്വമുള്ള കർത്താവിനെ, ആ മഹത്വമെല്ലാം ഒരു നിമിഷത്തേക്ക് സ്വർഗത്തിൽ ഉരിഞ്ഞു വെച്ചിട്ട് ഈ താണലോകത്തേക്ക് ദാസ്യരൂപമെടുത്ത് മനുഷ്യനെ ശുശ്രൂഷിക്കുവാൻ, മനുഷ്യനെ അവൻ വീണുപോയ കുഴിയിൽ നിന്ന് കരം പിടിച്ച് ഉയർത്തി സ്വർഗസ്ഥലത്തിരുത്തുവാനായിട്ട് തന്നെത്താൻ ത്യജിച്ച നമ്മുടെ കർത്താവിന് ഇന്നു മുതൽ നമ്മുടെ ഹൃദയത്തിന് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്ത്, മുഴുവൻ മഹത്വം കൊടുത്ത് ആയിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രയും സമയം വെച്ച് ദേവദാസനോട് സഭയോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദേവസ്ഥാനിൽ താഴ്മയോടെ ആയിരിക്കുന്ന കർത്താവ് ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.